ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും ഞാനിപ്പോൾ എവിടെ എന്നുള്ളത് അല്ലേ? അതെ, നമ്മുടെ സ്വന്തം പുതുപ്പറമ്പ് വീട്ടിലാണ് കേട്ടോ ഞാനുള്ളത്. ഞാനിപ്പോൾ നാളെ റബീഉൽ അവൽ 12 ആയിട്ട് ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാലും ഒരുവിധം എല്ലാവർക്കും അറിയുമായിരിക്കും. നാളെ നമ്മുടെ ഇവിടത്തെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. പിന്നെ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഘോഷയാത്ര ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് മീലാദ് റാലി കാണാൻ നമുക്ക് പുതുപ്പറമ്പിലെ റാലി കേട്ടോ. അതായത് ഞാൻ പറഞ്ഞു തരാം, സമസ്തയുടെ 1-ാം നമ്പർ മദ്രസയാണ് ഞാൻ പഠിച്ച മദ്രസ, ബയാനുൽ ഇസ്ലാം മദ്രസ പുതുപ്പറമ്പ്. ഇപ്പോൾ സഫമുള്ള മദ്രസയിൽ ഞായറാഴ്ച കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ വന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് തന്നെ ഇങ്ങോട്ട് പോന്നു. ഇനി മറ്റന്നാൾ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ മഞ്ചേരിയിലെ പരിപാടി കാണാൻ വേണ്ടി പോകും. അപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ വന്ന സമയത്ത് ഇവിടെ വീഡിയോ എടുക്കാറുണ്ട്. ഏകദേശം 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷമൊക്കെ വ്യൂസ് അത് വന്നിരുന്നു. അതായത് ആ നബിദിന റാലി കാണുവാൻ വേണ്ടി ഒരുപാട് പ്രവാസികളായ ആളുകളും ഒക്കെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യവും തന്നെ നമുക്ക് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റന്നാളാണ്. നിങ്ങളുടെ നാട്ടിലേക്ക് എന്നാണ് നബിദിന റാലി എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഉച്ചയോടെ ഇവിടെ എത്തിയപ്പോൾ തന്നെ അനിയത്തിയും കുട്ടികൾക്ക് ഒരു ചെറിയൊരു മീറ്റപ്പ് ഉണ്ടായിട്ട് അവരും എല്ലാവരും കൂടിയും പോയതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ചൊന്ന് പറയും വേണം. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, സുബഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയത്ത്, സുബഹിയോട് അടുത്ത സമയത്ത് എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്? ടൈം പഠിച്ചിനല്ലോ. സുബഹിയോടടുത്ത് ആ ഒരു സമയത്ത് മൗലിദ് പാരായണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇവിടെ 4 മണിക്ക് പോവുമല്ലോ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളല്ല പള്ളിക്കൊക്കെ അങ്ങനെ നമുക്ക് നമ്മളെ പള്ളിയൊക്കെ ഒന്ന് കാണാൻ പോയാലോ? അതിമനോഹരമായ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ വരുന്നുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അവിടെ സിറ്റ് ഔട്ടിൽ ഉമ്മയും ഉപ്പയും എൻ്റെ കുട്ടിയൊക്കെ അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്കാം. അവർ ഭയങ്കര സംഭാഷണത്തിലാണ്, എപ്പോഴും ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അവരെല്ലാവരും അവിടെ ശരിക്ക് തട്ടുമുരായിരിക്കുക ആയതുകൊണ്ട് തന്നെ അവരെ കാണിക്കുന്നില്ല ഗൈസ്. നമുക്ക് പുറത്തേക്ക് തന്നെ പോകാം. ഓക്കെ, ഇവന് പിന്നെ അറിയാത്തവരുണ്ടാവില്ലല്ലോ. ഉപ്പയുടെ ആദ്യത്തെ എത്ര വർഷമായി ഇപ്പോൾ വന്നിട്ട്? 18 വർഷമായിട്ടോ ഈ ഒരു കുട്ടി നമ്മളെ വീട്ടിലായിട്ട്. ഇപ്പോഴും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ? ഏകദേശം ഓട്ടോയുടെ സ്ഥിതിഗതികളൊക്കെ കണ്ടോ? ഈ രീതിയിലൊക്കെ അയക്കണമെങ്കിൽ ഇവന് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വാ നമുക്ക് ആ പള്ളീൻ്റെ, ഞങ്ങളെ താജ്മഹൽ പോലുള്ളൊരു പള്ളി ഉണ്ടല്ലോ ഞങ്ങളെ. അപ്പോൾ എന്തൊക്കെ തന്നെയല്ലേ നമുക്ക് പോയി നോക്കുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ചുറ്റുഭാഗത്ത് വെച്ചാൽ ഇതാ അങ്ങനെ നല്ല കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ ഇതാ ഇവിടെ അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ നമ്മുടെ മനോഹരമായ പള്ളി. അപ്പോൾ എല്ലാ നാട്ടിലും നിങ്ങളുടെ എല്ലാ വീടുകളിലൊക്കെ നബിദിന ആഘോഷം അല്ലെങ്കിൽ മൗലിദ് പാരായണമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്ന പല ആളുകൾക്കും കേട്ടോ. എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പല ആളുകൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനത്തെ പോലും ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ മൂത്താപ്പാൻ്റെ വീടാണ്. കണ്ടില്ലേ, നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് കോഴി ഇങ്ങനെ
അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയല്ലേ? ദീക്കുൻ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ വീട്ടിൻ്റെ ഇവിടെ തന്നെ കാണാൻ കഴിയും കേട്ടോ പള്ളീൻ്റെ മിനാരം. അതിമനോഹരമായ പള്ളിയാണ്. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ പുതുപ്പറമ്പ് ഗ്രാൻഡ് ജുമാ മസ്ജിദിൻ്റെ മിനാരങ്ങൾ. ഇൻഷാ അല്ലാഹ് പുലർച്ചെ 4 മണിക്ക് അവിടെ മൗലിദ് പാരായണം ഉയരും. അതുമാത്രമല്ല മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ട ആ ഒരു ടൈമിന് അതിമനോഹരമായ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ. ഇൻഷാ അല്ലാഹ് രാത്രി ഒന്ന് പോയി നോക്കണം. അതിലൊക്കെ ഒന്ന് മദ്രസും അങ്ങാടിയും പള്ളിയൊക്കെ അലങ്കരിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ വിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പള്ളി അതാണ് കേട്ടോ. അപ്പോൾ നാളെ മൗലിദ് പാരായണമൊക്കെ ഉണ്ടാവും. എല്ലാവരും ഇവിടുന്ന് പുലർച്ചെ പോകും. അകലെയാണ് കേട്ടോ, ഉണ്ടല്ലേ. നമ്മുടെ സ്കൂളിത്, പള്ളി അത്. നമ്മുടെ പുതുപ്പറമ്പ് എന്ന് വെച്ചാൽ തന്നെ ഭയങ്കര സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. +2 കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് പോളിടെക്നിക്ക്, ഗവൺമെൻറ് വനിതാ പോളി കാര്യങ്ങൾ ഒക്കെയുള്ള അതിമനോഹരമായ ഒരു ഗ്രാമമാണ് പുതുപ്പറമ്പ് ഗ്രാമം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആ ഗ്രാമത്തിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പള്ളിയൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും കാണാൻ കഴിഞ്ഞാൽ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അനിയത്തിയും കുട്ടികളൊക്കെ എവിടെക്കോ പോയിക്കണം. അവർക്ക് എന്തൊരു മീറ്റപ്പോ കാര്യങ്ങളുണ്ടായിട്ട് പോയിട്ടുണ്ട്. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, അപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ വ്ളോഗൊക്കെ ഇനി ഇതിൽ വരും കേട്ടോ, പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നബിദിന പരിപാടികളൊക്കെ ഇൻഷാ അല്ലാഹ് ഇതിൽ വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മുഴുവൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓക്കെ, താങ്ക് യു.